ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫുൾ വ്ളോഗ്. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ, ഞാനിവിടെ യെല്ലോ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 5 പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഫുൾ 5 പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചായിരിക്കും. ഇത് നമ്മൾ 7 സെൻറ്റിമീറ്റർ നീളവും വീതിയും 7 സെൻറ്റിമീറ്റർ വരണം. അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്കൊരു കാർഡ്ബോർഡ് വേണം. അത് നമ്മളെടുത്ത് വെച്ചിരുന്നു. അതിന് ശേഷം ഈ യെല്ലോ പേപ്പർ ഇത് കാണിച്ചിട്ടുള്ള പോലെ മടക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുക. ഇത് തിരിച്ച് ഒട്ടിക്കുക, മറിച്ച് ഒട്ടിക്കുക എന്ന് വെച്ചാൽ തിരിച്ച് ഞാൻ ഇപ്പം ഇങ്ങനെ അല്ലാതെ കമത്തിയല്ല, നേരെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരു ഭംഗിയുണ്ട്. ഞാൻ വേറൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു. അതിന് ശേഷം ഇത് സെക്കൻഡ് ലെയർ ഒട്ടിക്കുകയാണ്. ഇത് ഇരിക്കാൻ ഇച്ചിരി പാടായിരുന്നു, കാർഡ്ബോർഡ് കട്ടിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. അപ്പോൾ നമ്മളത് ഒട്ടിച്ചു സെക്കൻഡ് ലെയർ. എനിക്ക് പേപ്പർ സത്യമായിട്ടും തികയുന്നില്ലായിരുന്നു. എന്നുവെച്ചാൽ നല്ല അടുപ്പിച്ച് നല്ല ഭംഗിക്ക് ഒന്ന് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. പേപ്പർ തികയുന്നില്ലായിരുന്നു. പിന്നെ നമ്മളിത് തേർഡ് ലെയർ ഒട്ടിച്ചു. അങ്ങനെ അതിൽ ആദ്യം കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതെനിക്ക് കണ്ടിട്ട് ചക്കച്ചുള പോലെയാണ് ശരിക്കും തോന്നിയത് ആദ്യമായിട്ട് കണ്ടപ്പോൾ. അതിനുശേഷം നെക്സ്റ്റ് ഒരു നടുക്കൊരു പൂവ് നമുക്ക് വെക്കണം. അതിന് ഞാൻ കൊടുത്തേക്കുന്ന റെഡ് കളർ പേപ്പറാണ്. നമ്മൾ ഇങ്ങനെ നടുക്കൂടെ എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ള് മുറിക്കരുത്, പതുക്കെ കുറച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചെടുക്കണ്ട, മുറിച്ച് ജസ്റ്റ് ഒന്ന് വിടുക. എനിക്കിത് കണ്ടിട്ട് ഓലപ്പടക്കം പോലെയാണ് തോന്നിയത്. എന്താണെന്നറിയത്തില്ല, എന്തോ അതുപോലെയൊക്കെ തോന്നുന്നു എവിടേക്കൊക്കെയോ. അത് നമ്മൾ എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് മടക്കിയിട്ട് നമ്മളവിടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടെ വിരിഞ്ഞിരിക്കും, നല്ല ഉണക്ക്. അതിന് വേണ്ടിയിട്ടാണ് തിരിച്ച് മടക്കുന്നത്. എനിക്ക് ആദ്യം ട്രിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ചുമ്മാ ചെയ്ത് നോക്കിയപ്പോൾ അതുപോലെയാണ്. അതിന് ശേഷം അതിങ്ങനെ ചുറ്റി വരിക. നടുക്ക് നമുക്കൊരു പൂ പോലെ വരുന്നത്. അപ്പം ഇതിലും വലിയ പൂവാണെങ്കിൽ അതിലെന്നെ എടുത്തിട്ട് കുറച്ചുകൂടെ ബാലൻസ് രണ്ട് സൈഡിലോട്ട് ഒട്ടിച്ചിട്ട് വീണ്ടും ഒട്ടിച്ചാൽ മതി, കിട്ടും നമുക്ക്. ശേഷം അവിടെ പശ ഒട്ടിക്കുക. ഈ പശ ഞെക്കിയിട്ടും വരുന്നില്ല, ഇച്ചിരിയേ ഉള്ളായിരുന്നു ഗൈസ്. ആ പശ വെച്ചാണ് ഞാൻ ഇത്രയും ചെയ്തെടുത്ത്. നമ്മൾ ഒത്തിരി വേണമെന്ന് പറഞ്ഞല്ലേ എടുക്കുന്നത്, പക്ഷെ പശ ചാടിയെങ്കിൽ ഒത്തിരി വരും. എന്നിട്ട് അടുക്കോട്ട് വെച്ച് കൊടുത്തു. ഞാൻ ഈ ഒരു കോമ്പിനേഷനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക ഗൈസ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പച്ചയും ചുവപ്പും അത് നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നല്ല കോമ്പിനേഷൻസ് ഉണ്ടല്ലോ ഇപ്പോൾ പല കളർ വെച്ചിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.